സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, നമുക്ക് ഇപ്പോ ഈ 3 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ബംഗാള്, കേരളം, തമിഴ്നാട്, ഇതിൽ നമുക്ക് ഏറ്റവും അടുത്ത് ഇനിയിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു ചോദ്യവുമായി രാഷ്ട്രീയ കേരളം നിൽക്കുന്ന അതേ അവസരത്തിൽ വളരെ വലിയൊരു മാറ്റം നമ്മളെല്ലാവരും, രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് വളരെ വല്ലാത്തൊരു മാറ്റമാണ് ബംഗാളിൽ ഉണ്ടായത്. സർ, ബംഗാളിൽ BJP ഭരണം കൊണ്ട് അവരുടെ രാഷ്ട്രീയ ശത്രു എന്ന് എപ്പോഴും രാഷ്ട്രീയ ശത്രു തങ്ങളാണ് എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിക്ക് 33 വർഷം ബംഗാൾ ഭരിച്ച CPM-ന് തങ്ങളുടെ പാർട്ടി ഓഫീസ് എവിടെയാണെന്ന് പോലും സഖാക്കൾക്ക് പോലും അറിയാതിരുന്ന പാർട്ടിക്ക് ഇപ്പോ തങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഫർണിച്ചറും തങ്ങളുടെ പാർട്ടി ഓഫീസിലെ കീയും ഒക്കെ കൊണ്ടുപോയി ഒക്കെ തുറന്ന് പൊടി തട്ടി തൂത്ത് ഇറക്കി അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം BJP-യുടെ ഭരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നു. സർ, അവർക്ക് തന്നെ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവർ വോട്ട് ചെയ്ത് BJP-ക്കാണത്രേ എന്നും അവർ തന്നെ പറയുന്നു. സർ, ഇത് കേൾക്കുമ്പോ നമുക്ക് ശരിക്കും ശരിയല്ലേ വരുന്നത്? എന്താ സർ സാറിന് ഇതിൽ പറയാനുള്ളത്? ആദ്യം കരയണം, പിന്നെ ചിരിക്കണം. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ. ഇത് 33 വർഷത്തെ CPM ഭരണത്തിൽ CPM ചെയ്തിരുന്നത് എന്താണോ അത് മമത തിരിച്ചെടുത്ത് കൊടുത്തതാണ് CPM-ന്റെ തകർച്ചയ്ക്ക് കാരണം. CPM തകർന്നപ്പോൾ BJP അവിടെ വളരുകയും BJP-യെ ഇതുപോലെ തകർക്കാമെന്ന് വിചാരിച്ച് മമത നടത്തിയ വിപ്ലവം തിരിച്ചടിച്ചതാണ് അതിനേക്കാൾ വലിയ നാടകം. അതുകൊണ്ടാണ് കരയാൻ ചിരിക്കാനും ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മമതയുടെ രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ അതിവിപ്ലവത്തിലാണ്. മമത വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ, കോളേജിൽ വെച്ച് തന്നെ 1974 മുതൽ അവർ അതിതീവ്രമായ ഒരു രാഷ്ട്രീയ ശൈലിയാണ് സ്വീകരിച്ചത്. 75-ൽ ജയപ്രകാശ് നാരായണന്റെ കാറിന്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ടാണ് തുടക്കം. ജയപ്രകാശ് നാരായണൻ അന്ന് ഗാന്ധിജി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെട്ട കാലത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ജയപ്രകാശ് നാരായണന്റെ കാറിന്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിച്ച് അദ്ദേഹത്തെ അവഹേളിച്ച ആ പെൺകുട്ടി ഏതാണ് എന്ന് ഇന്ദിരാഗാന്ധി അന്വേഷിച്ചു. അങ്ങനെ ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത് ആ കുട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റുഡന്റ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ ഒരു സ്ഥാനം കൊടുക്കുമെന്ന്. അങ്ങനെ മമതയെ ഒരു കൊച്ചു പെൺകുട്ടിയായിരിക്കവേ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി 80കളുടെ മധ്യഭാഗത്ത് ഇവർക്ക് മത്സരിക്കാൻ ലോക്സഭാ സീറ്റും കൊടുത്തു. ആ ലോക്സഭാ സീറ്റിൽ ഇവർ ഭംഗിയായി മത്സരം നടത്തി വിജയിച്ചു. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആയി മാറി. ഈ കാലഘട്ടത്തിലാണ് റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ ഒന്ന് അക്രമം നടത്തണമെന്ന് മമത തീരുമാനിച്ചത്. അതിനൊരു തക്കം പാർത്തിരുന്നപ്പോഴാണ് ഒരു DYFI-കാരൻ വികലാംഗയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം. ഇത് വലിയ വിഷയമായി. ഇത് പത്രത്തിൽ പോലും വന്നില്ല, ശരിക്കും ഏതോ മൂലയ്ക്ക് വന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതിനെ വലിയൊരു വിഷയമായി മാറ്റണമെന്ന് മമത തീരുമാനിച്ചു. അങ്ങനെ മമത ഈ പെൺകുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് യാത്ര നൽകി. അതോടെ കൊൽക്കത്ത ഇളകി, ബംഗാൾ ഇളകി. ബുദ്ധിമാനായ ജ്യോതി ബാസുവിന് കാര്യം പിടികിട്ടി, ഇവളാൾ തീപ്പൊരിയാണ്, നമ്മളെക്കാൾ വലിയ തീപ്പൊരി. അങ്ങനെ ആ തീപ്പൊരി ഇപ്പോഴേ അണയ്ക്കണം എന്ന് പറഞ്ഞ് DGP-ക്ക് നിർദ്ദേശം കൊടുത്തു. DGP അല്ലെന്ന് IG കണ്ട നിർദ്ദേശം കൊടുത്തു. ഉടൻ തന്നെ ഇവരെ ആടിച്ചൊതുക്കി ശരിയാക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ മമതയെ അവിടെ ഇട്ട് അടിച്ച് വലിച്ചു കീറി മമതയുടെ കൂടെ വന്നവർക്കെതിരെ നല്ല മൃഗീയമായ അക്രമം നടത്തി അവിടെ നിന്ന് ഓടിച്ചു റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ. അന്ന് 3 പേര് വെടിവെപ്പിൽ പരിക്കേൽക്കുകയും മരിക്കുകയൊക്കെ ചെയ്തു. വലിയ ഗുരുതരമായ സംഭവമാണ് നടന്നത്. ഈ സംഭവം മമതയുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അന്ന് അവിടെ നിന്ന് ദ്രൗപദി ശപഥം പോലൊരു ശപഥം ചെയ്തു. ഞാൻ ഇനി റൈറ്റേഴ്സ് ബിൽഡിങ്ങിൽ കയറണമെങ്കിൽ ഞാൻ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി തിരിച്ചു വരണം, അന്ന് മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ. അങ്ങനെ ആ ശപഥമാണ് 2011-ൽ അവരെ അവിടെ എത്തിച്ചത്. ജനാധിപത്യമല്ല
CPM-നോട് ഏറ്റുമുട്ടാൻ നല്ലത് അക്രമമാണെന്ന് അന്ന് മമത അവിടെ പഠിച്ചു. അതിനുശേഷം മമത ചെയ്തത് മുഴുവൻ എങ്ങനെ ഈ CPM ഭരണത്തെ അക്രമം കൊണ്ട് തിരിച്ചടിച്ച് മുന്നോട്ട് വരാമെന്നായിരുന്നു. ഭീരുക്കളായ കോൺഗ്രസ്സുകാരെ കുറെ പേരെയൊക്കെ സംഘടിച്ചുകൊണ്ട് പല പ്രാവശ്യം അവർ അക്രമം നടത്തിയെങ്കിലും അടികൊണ്ട് ഓടാനാണ് മമതയ്ക്ക് ഗതി കിട്ടിയത്. അന്ന് മമത മനസ്സിലാക്കി പയ്യെ പയ്യെ BJP-യോട് ചേർന്ന് ഒരു ശക്തിയായി വരിക. അങ്ങനെ വാജ്പേയിയോടെ കൂട്ടുപിടിച്ച് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ കയറിക്കൂടി. അങ്ങനെ കുറേശ്ശെയായിട്ട് ദേശീയ തലത്തിലും ബംഗാളിലും വലിയൊരു നേതാവ് താനാണെന്ന് വരുത്തി. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് ചാടി പുറത്തു വന്ന് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു. അങ്ങനെ ബംഗാളിന്റെ അറിയപ്പെടുന്ന നേതാവായി, പ്രതിപക്ഷ നേതാവായി അവർ മാറി. പക്ഷെ അതുകൊണ്ടും അവർക്ക് പോരാ എന്ന് മനസ്സിലായി. അതിനിടയ്ക്ക് ജ്യോതി ബാസുവിന്റെ കാലം കഴിഞ്ഞു. ബുദ്ധദേവ് എന്ന മര്യാദക്കാരൻ വന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യമായി. ജ്യോതി ബാസു ആയിരുന്നെങ്കിൽ അടിച്ചാൽ വെടിവെക്കുമായിരുന്നു. പക്ഷേ ബുദ്ധദേവ് കുറച്ചുകൂടെ ജനാധിപത്യവാദിയും കുറച്ചുകൂടെ മര്യാദക്കാരനുമായിരുന്നുകൊണ്ട് അത്രയ്ക്ക് അടി കൊടുക്കാൻ പോയില്ല. അതിന്റെ ഫലമായിട്ട് മമതയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടി 33 വർഷം എടുത്തിരുന്ന അതേ തന്ത്രം അവർക്കെതിരെ നിഷ്കരണം പ്രയോഗിക്കാൻ കഴിഞ്ഞു. അതിനവർ കണ്ടെത്തിയത് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ റോഹിംഗ്യൻസ് അടക്കമുള്ള ഒരു വലിയ വിഭാഗം ജനതയാണ്. ഏതാണ്ട് അന്നും ഒരു 75 ലക്ഷത്തിലധികം പേര് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ 1 കോടിയോളം ഉള്ളത് പുറത്താക്കിയല്ലോ നമ്മള്. അതിനേക്കാൾ കൂടുതൽ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ തന്റെ സേനയാക്കി മാറ്റിക്കൊണ്ട് അവരോട് ആദ്യം ചോദിച്ചത്, നിങ്ങളൊക്കെ ഇത്രയും നാളും ഈ പാർട്ടിക്ക് വേണ്ടി അടി കൊണ്ടു, നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ പോയി അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെയും വീട് നോക്കിയിട്ട് വാ. അവരൊക്കെ മണിമാളികകൾ പണിതു. നിങ്ങളിപ്പോഴും ഇവിടെ അംഗത്വം പോലും പൗരത്വം പോലും ഇല്ലാതെ റോഡിൽ കിടന്ന് അലയുന്നു. നിങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളില്ല. കുറച്ചു പേർക്കൊക്കെ റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, ബാക്കി പലർക്കും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം നേടിത്തരും. പൗരത്വം നേടിത്തരും, റേഷൻ കാർഡ് ഉണ്ടാക്കും, നിങ്ങൾ ഇന്ത്യൻ പൗരനായി മാറും. പട്ടിണി കിടക്കുന്ന ബംഗ്ലാദേശിലേക്ക്, വെള്ളപ്പൊക്കം നിരന്തരമായ ബംഗ്ലാദേശിലേക്ക് നിങ്ങൾ പോയി ജീവിതം തുലയ്ക്കരുത്, എന്റെ പിന്നിൽ നിന്ന് ജീവിതം സഫലമാക്കൂ എന്നുള്ള മെസ്സേജാണ് കൊടുത്തത്. ഈ മെസ്സേജിലാണ് റോഹിംഗ്യൻസ് അടക്കമുള്ള ബംഗ്ലാദേശികൾ ഉൾപ്പെടെ. ഇതിനിടയ്ക്ക് BJP-യുടെ ഒരു കടന്നുകയറ്റം 2014, അതിനിടയ്ക്ക് അവര് ഈ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് DYFI-യുടെയും CPM-ന്റെയും ഓഫീസുകൾ ഈ റോഹിംഗ്യൻസിനെ കൊണ്ട് അടിച്ച് തകർത്ത് അരിവാൾ ചുറ്റിയ നക്ഷത്രം ചുവന്ന കൊടി വെച്ചിരുന്ന ആ കൊടി വലിച്ചു വാങ്ങി അടിയും കൊടുത്ത് ആ കൊടി കീറിക്കളഞ്ഞിട്ട് അവിടെ തൃണമൂലിന്റെ കൊടി വെച്ചു. ഈ കൊടി പാർട്ടി ഓഫീസുകളിൽ കൊണ്ടുകെട്ടി. ആ പാർട്ടി ഓഫീസുകൾ പിന്നെ ഇന്നലെയാണ് മുക്തമായത് കുറെയെങ്കിലും. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും പഠിച്ചില്ല. മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചത് BJP വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സ്പേസ് പോകുന്നാണ് മാർക്സിസ്റ്റുകാർ വിചാരിച്ചത്. അപ്പൊ അടിയും കൊണ്ട് പുളിയും കുടിച്ചിട്ടും മമതയ്ക്കൊപ്പം നിൽക്കാനാണ് അവർക്ക്, ഒപ്പമല്ല എന്നാലും മമതയെ കൂടുതൽ പയറ്റാതെ വിമർശിക്കാതെ നിൽക്കാനാണ് അവർ ശ്രമിച്ചത്. കാരണം അവിടെ BJP വന്നാൽ തങ്ങളുടെ അല്ല സാർ, ഇവിടെ ഇപ്പോ അതെ സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പറയുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടി തനിക്കെതിരെ എങ്ങനെയാണോ പെരുമാറിയത്, അതായത് ഗുണ്ടായിസം, അതുപോലെ തിരികെ ഗുണ്ടായിസം അവർ കാണിക്കുന്നു. അങ്ങനെ CPM എന്ന് പറയുന്ന പാർട്ടി എന്നല്ല, കോൺഗ്രസിനെ പോലും ഇവർ നിരുപാധികം ഇല്ലാതാക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ 15 വർഷം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പൊ നിലവിൽ BJP അവിടെ തിരിച്ചു വരുന്നു. സർ, നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു സ്റ്റാൻഡ് എന്നാൽ CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ കേരളത്തിൽ കൂടെ ഇല്ലാതായി. തമിഴ്നാട്ടിൽ പേരിന് ഒരു MLA, ബാക്കി ത്രിപുരയിൽ പോയി, എല്ലാം. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല. ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. സർ, എന്നിട്ട് ഇപ്പൊ അവരുടെ നേതാക്കള് തന്നെ പറയുന്നുണ്ട്, അവര് BJPക്ക് വോട്ട് ചെയ്തു. എന്തിനാണ്? ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ പാർട്ടി ഓഫീസെങ്കിലും തുറക്കണം, ആദ്യം അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ, സർ, ഈ പറയുന്ന ആദർശത്തിനും പറയുന്ന വാക്കിനും പ്രവൃത്തിക്കും തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ട്? അതായത് ഒരു നരേന്ദ്രമോദി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു
ഇങ്ങനെ ഇപ്പൊ സുവേന്ദു അധികാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ സുവേന്ദു അധികാരി ഒരു നാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അവരുടെ അനന്തിരവന് വേണ്ട സ്ഥാനം കൊടുത്തു, അനന്തിരവനെ കൂടെ നിർത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സുവേന്ദു അധികാരി കളഞ്ഞിട്ട് BJPക്കൊപ്പം വന്നതാ. സാർ, നമ്മുടെ ചോദ്യം, ഇത്രയ്ക്ക് പറയുന്ന ആദർശവും ചെയ്യുന്ന പ്രവൃത്തിയും ഒന്നുമല്ലാത്ത ഈ CPM-ന് ഇനി ബംഗാളിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? തിരിച്ചുവരവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, അവർക്ക് ആ കൊടി ഉയർത്താനെങ്കിലും ഒരു അവസരം കിട്ടിയത് വലിയ പുണ്യമായിട്ടാണ് അവർ കാണുന്നത്. 550-ൽ പരം ഓഫീസുകൾ തുറക്കാനും അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടി വയ്ക്കാനും അവർക്ക് കഴിഞ്ഞു എന്ന് തന്നെ അവർ കഴിഞ്ഞ 15 വർഷമായി അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമായല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് നിൽക്കുന്നത്. അത് അവർക്ക് വലിയ കാര്യമാണ്. പിന്നെ അവർ തെറ്റിദ്ധരിച്ചിരുന്നത് BJP വന്നാൽ ഞങ്ങൾക്ക് സ്പേസ് ഇല്ലാതാവും, BJP വന്നാൽ പ്രതിപക്ഷം എന്ന സ്പേസ് അവർ കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇപ്പൊ BJP ഭരണകക്ഷി ആയതോടെ അവർക്ക് മനസ്സിലായി BJPക്കുള്ള സ്പേസ് BJPക്കുണ്ട്, CPM-നുള്ള സ്പേസ് മമതയാണ് കൊണ്ടുപോയത്, കോൺഗ്രസിനുള്ള സ്പേസ് മമതയാണ് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് മത്സരിച്ച് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാൻ തീരുമാനിച്ചത്. കാരണം മമതയെ എതിർക്കുന്നതിലൂടെ മാത്രമേ കോൺഗ്രസിന് വളരാനൊക്കൂ, മമതയെ എതിർക്കുന്നതിലൂടെ മാത്രമേ CPM-നും വളരാനൊക്കൂ. അപ്പൊ അവരിത് പഠിച്ചു. ഇനി അവർ ആദ്യം ശ്രമിക്കുന്നത് ബംഗാളിൽ ഭരണപക്ഷം BJP ആണെങ്കിലും തങ്ങൾക്ക് ആദ്യം പ്രതിപക്ഷമെങ്കിലും ആകാൻ കഴിയുമോ, ഒരു ചെറിയ പ്രതിപക്ഷമെങ്കിലുമായി വളരാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസും CPM-ഉം ശ്രമിക്കുന്നത്. അതിലാണ് അവരുടെ ശ്രദ്ധ. ഇതിലൂടെ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ സാർ. അതായത് ഇതിലൂടെ CPM പഠിക്കേണ്ട പല പാഠങ്ങളില്ലേ സാറിന് എന്ത് തോന്നുന്നു? CPM പാഠം പഠിക്കാത്ത പാർട്ടിയാണ്. കാരണം അവർ നേതൃത്വത്തിൽ നിന്ന് ചിന്ത താഴെ തട്ടിലേക്ക് ഇറക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് ചിന്തിക്കുന്നവർ അധികം വേണ്ട. സാംസ്കാരിക നായകർ പോലും തങ്ങൾ പറയുന്ന പാട്ടേ പാടാവൂ, അല്ലാതെ ചിന്തിച്ചുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് കേരളത്തിലടക്കം ആ പാർട്ടിക്ക് വന്ന ഗതികേട്. ഇന്ന് പാർട്ടിയിൽ ഓശാന പാടുന്നവരുടെ, ശ്രുതി പാടകരുടെ ഒരു കൂത്തരങ്ങായി മാറിയതാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായ പരാജയം. കാരണം ഭരണത്തിലിരിക്കുന്ന ആളെ പുകഴ്ത്തിയാൽ ഈ കപ്പൽ ആടി ഉല്ലയില്ല, ഇതിനൊരു കപ്പിത്താനുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് MLA ആവാൻ, മന്ത്രിയാവാൻ, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള സാധാ പ്രവർത്തകന് ഒരു പിൻവാതിൽ നിയമനത്തിന് പോലും ഗുണകരമാകുക എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കകത്ത് കടന്നുകൂടി. ആ വിഭാഗം പാർട്ടിക്കകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല ആശയങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ല നിർദ്ദേശങ്ങൾ മുകളിലോട്ടും താഴോട്ടും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും ഗെറ്റ് ഔട്ട് അല്ലെങ്കിൽ കടക്കു പുറത്ത് എന്ന് പറയേണ്ട അവസ്ഥയിൽ എത്തിച്ചു. അതാണ് കേരളത്തിലെ തകർച്ചക്കാരൻ. ഇത് തന്നെയാണ് സാർ. ഇതേപോലെ സാർ പറഞ്ഞ ഈ കേരളത്തിലെ തകർച്ചയ്ക്കൊപ്പം സാർ തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ സാറിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ബംഗാളിൽ BJP നൽകുന്ന ഒരു സന്ദേശം, സാർ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം CPM നൽകാത്ത സ്വാതന്ത്ര്യം BJP നൽകുന്നതിലൂടെ BJP CPM-നേക്കാൾ എത്രയോ ആദർശപരമായി ഉയരങ്ങളിൽ അല്ലേ എന്നുകൂടെ അതുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. അതായത് ആദർശപരമായി ഒരു സംസ്ഥാനത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, CPM സാർ തുടക്കത്തിൽ പറഞ്ഞു, ജ്യോതി ബാസു ആളെ വെച്ച് അവരുടെ പാർട്ടിക്കാരെ വെച്ച് മമതയെ തല്ലിയ കാര്യം പറഞ്ഞു. തിരിച്ചങ്ങോട്ട് മമത അവരെ പാർട്ടിക്കാരെ തല്ലി എന്ന് പറഞ്ഞു. ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഗുണ്ടകളെ കൊണ്ട് ഈ കണ്ട കാലമത്രയും പ്രവർത്തിച്ച ഈ രണ്ട് പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെ, അവരുടെയൊക്കെ ഇടയിൽ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകി എന്ന മെസ്സേജ് BJP നൽകുമ്പോൾ BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന രാഷ്ട്രീയ മാനങ്ങൾ വളരെ ഉയരങ്ങളിലല്ലേ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. BJP അവരുടെ ആദർശത്തിലും ആശയത്തിലും കടുകട്ടിയാണെങ്കിലും അവർ ഉൾപാർട്ടി ജനാധിപത്യം ഉൾപ്പെടെ നിലനിർത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP-യാണ്. 14 കോടി ആണ് അവരുടെ അംഗസംഖ്യ. ആ 14 കോടി അംഗസംഖ്യ ഉള്ളിടത്ത് താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ പോലും അവർ കൃത്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വോട്ട് ചെയ്താണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും ജനാധിപത്യപരമായി അതിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അത്
വാജ്പേയി മുതൽ തുടങ്ങിയ ഒരു പുതിയ കീഴ്വഴക്കത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിയും അത് കളയാതെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്നും തീവ്രവാദി എന്നും ഒക്കെ വിളിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ കാറ്റ് ആവശ്യത്തിന് നൽകുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹം ഇപ്പോഴും അത് പിന്തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇന്ത്യയെ പോലൊരു സംസ്ഥാനത്ത് അതേ വിജയിക്കൂ എന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് തങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളും കടുകട്ടിയായി കൊണ്ടുപോയിക്കൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2014 മുതൽ ഈ സന്ദർഭം വരെയുള്ള 15 വർഷത്തിൽ അടുപ്പിച്ചായിട്ട് ഈ ഭരണം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇത് അവർക്ക് വളരെയധികം 12 വർഷത്തോളമായിട്ട് ഈ ഭരണം തുടർന്നു. ഇതിന്റെ ഗുണം ഇന്ത്യയിലെ പലയിടത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പോ തമിഴ്നാട്ടിൽ വിജയ് എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ അതിൽ BJPയുടെ ഇന്റർഫിയറൻസിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആദ്യം ഉയർത്തിയത് അണ്ണാമലയും BJPയുമാണ് തമിഴ്നാട്ടിൽ. അത് കൊയ്തത് വിജയാണ്. കാരണം വിജയ്ക്ക് അതിനുള്ള കരിഷ്മ ഉണ്ടായിരുന്നു. പക്ഷെ അണ്ണാമലയെ ഒതുക്കിയത് കൊണ്ട് BJPക്ക് ആ റോളിൽ, അതായത് ഇന്ന് വിജയ് 1ാം സ്ഥാനത്തും BJP 2ാം സ്ഥാനത്തും വരേണ്ടതാണ്. അണ്ണാമലയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നെങ്കിൽ, അണ്ണാമല പറഞ്ഞതുപോലെയാണ് തമിഴ്നാട് രാഷ്ട്രീയം പോയിരുന്നതെങ്കിൽ BJP ഇന്ന് 2ാമത്തെ വലിയ കക്ഷിയായി മാറിയേനെ. അപ്പൊ BJPക്ക് നല്ലപോലെ അറിയാം എവിടെ എങ്ങനെ സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളത്. അതാണ് അവര് കേരളത്തിൽ പോലും വിരിയാത്ത താമര എന്ന് എല്ലാ എക്സിറ്റ് പോളുകാരും പറഞ്ഞെടുത്ത് 3 താമര വിരിഞ്ഞു. അപ്പൊ അത് നിലനിർത്താൻ കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിലും ഭാവിയുണ്ട്. CPM ഒരുപക്ഷെ ശക്തമായി എതിർത്താൽ BJP കൂടുതൽ വളരും. BJPയുമായിട്ട് തൊട്ടില്ല എന്ന രീതിയിൽ ബന്ധം വെച്ചാലും BJPയും CPMഉം വളരും. അതാണ് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല ബംഗാളിലും ഇനി സംഭവിക്കാൻ പോകുന്നത് അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം BJP കനിഞ്ഞു നൽകി CPMന് എന്ന് അവർക്ക് പറയാതെ പറയേണ്ടി വരും, അല്ലെ സാർ? CPMന്, അതായത് BJPയുടെ അതെ, പാർട്ടി ഓഫീസുകൾ തുറന്നപ്പോൾ, പാർട്ടി കൊടികൾ വെച്ചപ്പോൾ അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവർ ശ്രദ്ധിക്കുക, മമതയെ വളരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ മമതയുടെ സ്പേസിൽ ഞങ്ങൾക്ക് വോട്ടുണ്ട്, ആ വോട്ട് പിടിക്കുക. അപ്പോ ഇനി ഫൈറ്റ് മമതയ്ക്ക് പകരം CPMഉം കോൺഗ്രസും ഒക്കെ ചേർന്ന് BJPക്കെതിരെ ആയാൽ അവർക്ക് അല്പമെങ്കിലും പ്രസക്തി കിട്ടും. ഇല്ലെങ്കിൽ സംപൂജ്യരായി പഴയ പോലെ മടങ്ങേണ്ടി വരും. മമത അതിഭയങ്കരമായ ശക്തിയായിട്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളും നടത്തും. മമത പുറകോട്ട് പോകുന്ന ആളല്ല, എന്നും ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് മമതയെ സൂക്ഷിക്കുക, ജാഗ്രതയെ CPMനെ പറയാനുള്ളൂ. നന്ദി. താങ്ക് യു സർ.